ഹായ്, നമുക്ക് രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കിയാലോ? ഉമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തല വെട്ടിയത് കൊണ്ടുവന്നു കേട്ടോ. അപ്പം നമുക്കത് പുളി വെച്ച് കിഴങ്ങും അവിച്ച് പൊരിക്കാം മീൻ. അപ്പോൾ അത് മീൻ നണ്ടെ പൊരിക്കാൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. മസാല ഇട്ട് വെച്ചു. ഞാൻ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഉമ്മാക്ക് ചായ ഇട്ട്. അപ്പോൾ അതാണ് കേട്ടോ എൻ്റെ ഉമ്മ കാണുന്നതുണ്ട്. കുടുംബശ്രീ ശാരദ ഭയങ്കര ബിഗ് ഫാനാണ്. അത് തുടങ്ങിയാൽ അവിടെ തന്നെ നിൽക്കും, ടി വിയുടെ അടുത്തൊന്നും മാറത്തില്ല. ഉമ്മക്ക് ചായ ഇട്ട് കിഴങ്ങും വെച്ചു. ഇതിപ്പോൾ അരയ്ക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ സ്റ്റൈലിലാണ് ഞാനിവിടെ കറി വയ്ക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ഉള്ളിയും ഉലുവയും കൂടെ ഇട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കും. പുളിയും കൂടി അരച്ചെടുക്കും. എന്നിട്ട് കടുക് പൊട്ടിച്ച് തക്കാളിയും കറിവേപ്പിലയൊക്കെ വഴറ്റിയിട്ട് ആ അരച്ച അരപ്പ് അതിലൊഴിച്ച് തിളപ്പിച്ച് മീനിട്ട് വറ്റിച്ചെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടമാണ്. പിന്നെ ഒരു സൈഡിൽ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ രാത്രി നമുക്ക് ഇതായിരിക്കും കപ്പ. ഉമ്മ ഒരു റിസോർട്ടിലാണ് ജോലിക്ക് പോകണം കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവരും മീനെല്ലാം മീനിൻ്റെ തലയും മുള്ളും ഒക്കെ. അതിങ്ങനെ പുളി വയ്ക്കാൻ നല്ലതാണ്. ഈ കറി ഇങ്ങനെ തിളച്ച് വറ്റി കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കപ്പയുടെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ എനിക്ക് മരുന്ന് ഇറക്കിയിട്ട് വന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഉമ്മ മുസമ്പിയും ആപ്പിളും ഒക്കെ മേടിച്ചിട്ട് വന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുക. അങ്ങനെ ജ്യൂസ് അടിച്ച് ഞാനും ഉമ്മയും കൂടി അത് കുടിച്ചു. യാസി ഉറങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ കപ്പയൊക്കെ ആവിച്ചെടുത്തു. കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.